32-ാം വയസ്സിലായിരുന്നു രഞ്ജിത്തിൻ്റെ വിവാഹം. ഈ പേര് ഒറിജിനലല്ല, സാങ്കല്പികമാണ്. ഇദ്ദേഹം എം.ടെക് പാസ്സായ വ്യക്തിയാണ്. ബി.ടെക്കും എം.ടെക്കും ഉയർന്ന ലെവലിലാണ് പാസ്സായത്. എൻജിനീയറായി വിദേശത്ത് ജോലിയെടുക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് പറ്റിയ ഒരു കല്യാണവും നടന്നത്. വിവാഹം കഴിഞ്ഞ് 3-ാം ദിവസം ആളിവിടെ എത്തി. കാരണം ആദ്യത്തെ 2 ദിവസം ശ്രമിച്ചിട്ടും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, വേണ്ട ഉദ്ധാരണം വരുന്നില്ല. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശ്നം. ഇപ്പോൾ വിവരങ്ങളൊക്കെ വിശദമായി ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്, ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ഉത്കണ്ഠയുണ്ട്. എൻ്റെ ലിംഗം വളരെ ചെറുതാണ്. കോളേജിൽ ബി.ടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ്. ആ കാലത്ത് റാഗിങ്ങിൻ്റെ ഭാഗമായിട്ട് തുണിയൊക്കെ അഴിച്ചു നിർത്തി ആൾക്കാർ റാഗ് ചെയ്തിരുന്നു. അപ്പോൾ സീനിയേഴ്സ് പറഞ്ഞു, എടാ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഇത്രയും ചെറിയ പെനീസ് കൊണ്ട് നീ എന്ത് ചെയ്യാനാണ്? പെൺകുട്ടികളെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ കുറച്ച് വലിയ ലിംഗം വേണം. ആളാകപ്പാടെ ആശങ്കാകുലനായി. റാഗിങ് കച്ചേറി ലെവലിൽ കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചു, ഈ പറഞ്ഞത് ശരിയാണോ? അപ്പോൾ അവരും പറഞ്ഞു, ഇവനെ ഒന്ന് വട്ടാക്കാമെന്ന് അവരും വിചാരിച്ചു. അവരും പറഞ്ഞു, അത് ശരിയാടാ, കുറച്ച് വലിയ ലിംഗം ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കും, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് തൃപ്തിയാവില്ല. അപ്പോൾ റാഗിങ്ങിൻ്റെ സമയത്ത് നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പെനീസ് വളരെ ചുരുങ്ങിക്കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ സമയത്ത് ചുരുങ്ങിക്കിടക്കുന്നത്? മനുഷ്യന് ഉത്കണ്ഠ വരുന്ന സമയത്ത് പലപ്പോഴും ലിംഗം ചുരുങ്ങി ഉൾവലിഞ്ഞു പോകാറുണ്ട്. അതൊരു നോർമലായ പ്രക്രിയയാണ്. അത് വെച്ചിട്ടാണ് സീനിയേഴ്സ് കളിയാക്കിയത്. ആ കളിയാക്കൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദൃഢമായി പതിഞ്ഞു. അത് തലയിൽ കിടന്നു. അങ്ങനെ വിവാഹത്തിനോട് അല്പം ഉത്കണ്ഠയുണ്ടായിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെ വിവാഹം വേണ്ട എന്നൊക്കെ കരുതിയിരുന്ന ആളാണ്. അങ്ങനെ ഇരിക്കെ വീട്ടുകാരേതോ ഒരു കല്യാണാലോചന നടത്തി, പോയി കണ്ടു, പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, പരസ്പരം ഇഷ്ടപ്പെട്ടു, കല്യാണം ഉറപ്പിച്ചു. എല്ലാം പെട്ടെന്നായിരുന്നു എന്ന് പറയുള്ളൂ. അങ്ങനെ തന്നെ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. വിവാഹശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചിന്ത, അവളെ തൃപ്തിപ്പെടുത്താൻ എനിക്ക് കഴിയുമോ? അതായിരുന്നു. അങ്ങനെ 2 ദിവസം ഫോർപ്ലേക്കൊക്കെ ശ്രമിച്ചെങ്കിലും ഉദ്ധാരണം ലഭിക്കാത്തതുകൊണ്ട് പതുക്കെ നിർത്തി. പക്ഷേ ആൾ വളരെ ബുദ്ധിമാനാണല്ലോ, അതുകൊണ്ട് തന്നെ പറഞ്ഞു, ഫസ്റ്റ് ഡേ ആദ്യത്തെ ദിവസങ്ങളിൽ ബന്ധപ്പെടാൻ പാടില്ല, നമ്മൾ കുറച്ചുകൂടി ഇൻറ്റിമേറ്റ് ആയി കഴിഞ്ഞിട്ട് പതുക്കെ പിന്നീടാവാം ബന്ധം. അങ്ങനെ ആളവിടെ നിന്ന് തലയൂരി. ഭാര്യയ്ക്ക് മനസ്സിലാവാത്ത രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ അദ്ദേഹം അവതരിപ്പിച്ച് രക്ഷപ്പെട്ടു. എന്നിട്ടാണ് വളരെ ആശങ്കാകുലനായി ഓടി ഇവിടെ എത്തിയത്. ഇവിടെ ഞങ്ങളുടെ യൂറോളജിസ്റ്റ് പരിശോധിച്ചപ്പോൾ എല്ലാം പെർഫെക്റ്റ്ലി നോർമലാണ്, മറ്റ് യാതൊരു കുഴപ്പങ്ങളുമില്ല. അദ്ദേഹത്തിന് വേണ്ട കൗൺസിലിങ്ങും കൊടുത്ത് ഒരു ചെറിയ ഡോസിൽ മരുന്ന്, ടെൻഷൻ കുറയ്ക്കാനും ഉദ്ധാരണം നിലനിൽക്കാനുമായിട്ട് മരുന്ന് കൊടുത്ത് വിട്ടു. ഒരു മാസത്തിന് ശേഷം വീണ്ടും തിരിച്ചു വന്നു. ഭാര്യ ഗർഭിണിയായി. ഞാൻ വളരെ സന്തോഷവാനാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇയാൾക്ക് മരുന്നിൻ്റെ യാതൊരു ആവശ്യവുമില്ല, മരുന്നൊക്കെ നിർത്തിക്കളയുക, ഇനി മരുന്ന് വേണ്ട. അപ്പോൾ ഈ ഒരു ചിന്ത, എവിടെ നിന്നെങ്കിലും കിട്ടുന്ന ചില ചിന്തകൾ നമ്മളെ വല്ലാതെ തകർക്കാറുണ്ട്. അപ്പോൾ ഇത്തരം ആശങ്കകളുമായിട്ട് ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കരുത്. അങ്ങനെ ഉണ്ട് എങ്കിൽ വിവാഹത്തിന് മുൻപ് തന്നെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ട്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കാണാൻ ശ്രദ്ധിക്കുക. കണ്ട് പരിശോധനകൾ നടത്തി നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കല്യാണം കഴിക്കുന്നതായിരിക്കും ഉത്തമം. അതല്ല എങ്കിൽ ഇതേപോലെ ടെൻഷൻ അനുഭവിക്കേണ്ടി വരും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.